നമ്മളൊരു ഇന്നൊരു ഇളനീർ ചിക്കനാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഇളനീർ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ, ഇത് എണ്ണ, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത്, തക്കാളി, ഉള്ളി, മല്ലിയില, ഉപ്പ്, കുരുമുളക് പൊടി, ഇതൊക്കെ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക്, മല്ലി എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. വെള്ളം എടുക്കട്ടെ ഇരുന്ന് നമ്മൾ ഇളനീർ പൊട്ടിച്ചിട്ട് എടുത്തു കേട്ടോ. ഇതെങ്ങനെയാന്ന് പൊട്ടിച്ചിട്ടില്ലത്. ഈ വെള്ളം ആവശ്യമില്ല, വെള്ളം നമുക്ക് കുടിക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ ചെറിയ ഇതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ചെറിയ പീസായിട്ടാണ് ഇത് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേറെ ഇതെല്ലാം ഐറ്റംസ് എല്ലാം ചേർക്കുന്നുണ്ട്. ആ ചേർത്തിട്ട് അരമണിക്കൂർ ഇത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. ഉപ്പ് കുറച്ച് ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇത് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി കേട്ടോ. അതാ എല്ലാം കുറച്ച് മതി. ഇത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ആക്കിയത് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ടായത് നല്ല ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ തക്കാളി ഉണ്ട്. അപ്പോൾ തക്കാളി ഉള്ളി ഒന്നിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഉള്ളിയും തക്കാളിയും മല്ലിയിലയും കൂടി ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് എണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിനത്. കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച്. അപ്പോൾ ഇതൊന്ന് ഇതാക്കുന്നുണ്ട്. എല്ലാം കൂടി ഞാൻ നല്ല പാങ്ങിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെ ഇതിലേക്ക് ഇത് ഇടുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഇനി ഒന്ന് പിടിക്കണം. എന്നിട്ടേ നമ്മൾ ഇത് അതിലത്തേക്ക് ഇതാക്കുന്നില്ലു. അപ്പോൾ നമ്മൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇതാക്കി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. മിക്സാക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാനിത് ഈ ഇളനീരിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ അതിൽ നിന്ന് ലേശം എടുത്ത് വെച്ചതാണിത്. അപ്പം ഇങ്ങനെ ഇത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ശരിയാവോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അല്ലാതെ നമ്മളൊന്നും ഉണ്ടാക്കി പഠിച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് എങ്ങനെ എന്ന്. അത് ഇതിൻ്റെ എല്ലൊന്നും ഇല്ല കേട്ടോ. ഇറച്ചി മാത്രം വാർന്നെടുത്തിട്ടില്ല, ചെറിയ കഷ്ണം പീസാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിനെ അടച്ചു വെച്ചു. ഇതാ കണ്ടില്ലേ. നമ്മൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചതാണ്.
നമ്മൾ ഗോതമ്പ് മാവ് ലേശം കുഴച്ച് വെച്ചിട്ടുണ്ടായിനി, അതും കൂടി ഒന്ന് ഇതിന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ അടിയിൽ തീയാക്കി കമ്പി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിജയിക്കുമെന്നൊന്നും അറിയില്ല. വിജയിച്ചാൽ നമ്മളെ ഇളനീർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഇതാ ചിരട്ടയെല്ലാം നല്ല പാങ്ങിൽ കത്തി വന്നിട്ടുണ്ട്. നല്ല പാങ്ങിൽ വെന്ത് വന്നിന് കേട്ടോ. ഇതാ നമ്മളെ ചിരട്ടയില കത്തി കരിഞ്ഞ് ഇതായിനി. ഇതാ ഇളനീർ വെച്ചത് കരിഞ്ഞു പോയിനി. ഇതാ ചിക്കൻ ഇത്. നമ്മളെ ഇളനീർ നല്ല പാങ്ങിൽ വെന്ത് വന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ വരുന്നത്. ഈ പിന്നെ ചിരട്ട ഇത് കരിഞ്ഞ ഒരു ഇതും ഇളനീരിൻ്റെ നല്ല വെന്ത ഇതാണ്. നല്ല കാണാൻ നല്ല ഇതുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കുന്നു കേട്ടോ എങ്ങനെയാണ്. നല്ല ഇതുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ഇതിൽ വെച്ചതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക.